മാസം മുമ്പ് സാർ സസ്പെൻഷൻ ആയതാ. നാളെ തിരിച്ച് ഡ്യൂട്ടി കയറുന്നത്. ഇപ്പൊ തന്നെ വേണോ സാർ ഇത്? 6 മാസത്തെ എന്റെ ഉറക്കം കളഞ്ഞവനാണ് ആ കിടക്കുന്നത്. 6 മാസം. എന്നിട്ട് അവനൊരു ഉറക്കമില്ലല്ലോ. സാർ എന്നെ വിരട്ടി കൊണ്ടാണ് ഞാൻ വീട് കാണിച്ചു തന്നത്. എന്താണ് സാറേ കേസ്? കേസ് ഇന്ത്യൻ റെയിൽവേ. ഇന്ത്യൻ റെയിൽവേയുടെ പാളത്തിൽ കിടന്ന മെറ്റിൽ പറയിക്കൊണ്ടുവന്ന് പട്ടിക്ക് കൂട് വാർത്തേക്കുന്നു. ഇത് നിസ്സാര കേസാണ്. പട്ടിക്ക് കൂട് വാർത്തേക്കുന്ന ഇത് ചോദ്യം ചെയ്തിട്ട് എനിക്കെതിരെ കേസ് പറഞ്ഞ് എന്നെ സസ്പെൻഷനിലാക്കിയിരിക്കുന്നു. ചോദിക്കണ്ടേ? പിന്നെ ചോദിക്കണം. അതുകൊണ്ടല്ലേ നിന്റെ അടുത്ത് വീട് വെച്ച വീട് ഇത് തന്നെ. വീട് ഇത് തന്നെ കറക്റ്റ്. എനിക്കറിയാലോ കാര്യം. ഞാൻ വിളിക്കാം. വിളി 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 വിളി. രാത്രി വീട്ടിൽ കയറിയിട്ട് സാറ് വിളിക്കുന്നത് ആരാന്ന് ആലോചിച്ച് നോക്ക്. നിങ്ങൾ ആലോചിച്ച് നോക്ക്. നിങ്ങൾ എന്തിനാ ഇങ്ങോട്ട് കയറി? ഞാൻ എന്തിനാ ആലോചിച്ചു? മനുഷ്യൻ മര്യാദക്ക് TV കണ്ടോണ്ടിരുന്നപ്പോഴേ. അയ്യടാ സാറ് നമ്മൾ ആലോചിച്ച് നോക്കാൻ. എന്നെ പറ്റി പറഞ്ഞു ആരാന്ന്. ഞാൻ ആരാന്ന് പറഞ്ഞു. ഈ സാർ ആരെന്നറിയാമോ? ആര്? മന്ത്രി വന്നാ പോലെ എഴുന്നേക്കാത്ത ആളാണത്. അതിന്റെ അസുഖം ഉണ്ടോ സാറേ? ഇവൻ പറയുന്നേ സാറിന് ഭയങ്കരമായ ഒരു അസുഖം ഉണ്ട്. എന്റെ അടുത്ത് പറഞ്ഞു ഞാൻ മന്ത്രി വരും മേടിക്കും. ഞാൻ പറഞ്ഞു അല്ലല്ല ഞാൻ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറഞ്ഞു. ഞാൻ ആരാന്ന് അറിയണം. നീ ആരാടാ? ഞാൻ ആരാന്ന് അറിയണം. എനിക്കറിയണം. ഞാൻ ആരാന്ന് അറിയണം. എനിക്കറിയണം. നീ വീട്ടിൽ കയറി വന്ന് നിങ്ങൾ ചുമ്മാ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ. നിങ്ങൾ ആരാ? എനിക്ക് മനസ്സിലായില്ലേ. ഞാൻ ആരാന്ന് അറിയണം. ആരാണെന്ന് അറിയണം. പിന്നെ ആരാണെന്ന് പറഞ്ഞു. ഞാൻ ആരാന്ന് അറിയണല്ലേ. ഞാൻ ആരാന്ന് പറയട്ടെ. ഞാൻ കൊല്ലം KR പ്രസാദിന്റെ ബാലയല്ല, ദിനോസർ. ഞാൻ ദിനോസർ. കാരണം ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. എന്റെ വീട്ടിൽ കയറി വന്ന് TV പൊട്ടിച്ച് എന്റെ സ്വഭാവം കറിഞ്ഞു കൊടുത്തിട്ട് പോലീസ് ആണ്. അതായത് വീട്ടില് കയറി വന്ന് TV ഒക്കെ പൊട്ടിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു മോശമായിട്ടുള്ള കാര്യമാണ്. പക്ഷെ ഇപ്പൊ സസ്പെൻഷൻ ഇല്ല. എനിക്ക് സ്വന്തം തന്നെ പോലും പതിക്കാത്തവരാ. എന്റെ വീട്ടിൽ വന്നിട്ട് TV അറിഞ്ഞ് പൊട്ടിക്കാന്ന് പറഞ്ഞാ നാളെ ഡ്യൂട്ടി കയറും സാറ്. പറഞ്ഞു എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വീട്ടിൽ വന്ന് TV ഒക്കെ എറിഞ്ഞ് പൊട്ടിക്കാന്ന് പറഞ്ഞാൽ അത് മോശമായിട്ടുള്ള കാര്യമാണല്ലോ. എനിക്കിപ്പോഴും കാര്യം എന്താണെന്നുള്ള മനസ്സിലായിട്ടില്ല. എടാ ഇന്ത്യൻ റെയിൽവേ പാളത്തിൽ കിടന്ന മെറ്റിൽ പറയിക്കൊണ്ടുവന്ന് എടാ പട്ടിക്ക് കൂട് പണിയേണ്ട കാര്യം എന്തോന്നാ? എന്തിനാ നീ എന്നിട്ട് കാര്യം എന്തോന്നാ? നിങ്ങൾ എന്തോ ഇന്ത്യൻ റെയിൽവേ മെറ്റിൽ എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. ഇന്ത്യൻ റെയിൽവേ അറിഞ്ഞൂടെ? സാറേ എവന് ഇന്ത്യൻ റെയിൽവേ അറിഞ്ഞു. എടാ നിനക്ക് ഇന്ത്യൻ റെയിൽവേ അറിഞ്ഞൂടാ? എടാ എവനായി ഇന്ത്യൻ റെയിൽവേ അറിഞ്ഞു. നിനക്ക് ഇന്ത്യൻ റെയിൽവേ അറിഞ്ഞു. ഇന്ത്യൻ റെയിൽവേ ഞാൻ കേട്ടോ. ഇതാണ് ഇന്ത്യൻ റെയിൽവേ. അറിയാമോ? വന്ദേ ഭാരത്. ഞാൻ അതൊന്നും അല്ല പറഞ്ഞു വന്നത്. നിങ്ങൾ എന്താണ് ഉദ്ദേശിക്കുന്നത് എനിക്ക് മനസ്സിലാകുന്നില്ല. അത് ആരാണ് നിങ്ങള്? നിനക്ക് ഈ സെൻട്രേസി തലയിലടിച്ചപ്പോ തണുത്താളെ നിനക്ക് എന്താ കാണിക്കുന്നത്? അല്ല ഇതാണ് ഞാൻ പറഞ്ഞത്. നിങ്ങൾ എന്തൊക്കെ പറയുന്നത് എനിക്ക് മനസ്സിലാകുന്നില്ല എന്നൊന്നും. എടാ നിന്റെ അടുത്ത് പറഞ്ഞിട്ട് കാര്യമില്ല. നിന്റെ അച്ഛനാണ് കേസ് എന്ന് പറഞ്ഞത്. ഞാൻ സസ്പെൻഷനിലായത്. അച്ഛനെ വിളിയടാ. ഏതച്ഛൻ? നിന്റെ അച്ഛൻ സതീശൻ. സതീശനാ? എന്റെ അച്ഛനാ? എന്റെ അച്ഛന്റെ പേര് രാജു. ആര് പറഞ്ഞു എന്റെ അച്ഛന്റെ പേര് സതീശനാന്ന്? വീട് മാറി. ആരാ പറഞ്ഞു? രാജു 5 വർഷം മുമ്പേ മരിച്ചുപോയി. കിടക്ക് എപ്പോഴാണെന്ന് മെറ്റിൽ പെറുക്കി കൊണ്ടുപോയി. സ്വന്തമായിട്ട് വീട് പോലും കൊണ്ടുവച്ചിട്ട് അതിനകത്ത് മെറ്റിൽ പെറുക്കാന്ന് പറഞ്ഞു. റെയിൽവേ കയറി ഒരു ചായ പോലും കുടിക്കാത്ത എന്റെ അച്ഛൻ. വീട് മാറി. ഇവനല്ലേ പറഞ്ഞ? ഇവനേതാണ്? എനിക്കറിഞ്ഞൂടെ ഇവനേതാണ്. ഞാൻ ഇവനെ കണ്ടിട്ട് പോലും ഇല്ല. ഉദ്ദേശം എന്തോന്നായിരുന്നു? മനസ്സിലായില്ല അല്ലേ? ഇല്ല. 6 മാസം മുമ്പ് എന്റെ കല്യാണമായിരുന്നു. എന്റെ ഭാര്യയാണെങ്കിൽ മാൾട്ടയിൽ. ആദ്യ രാത്രി പോയതാണ് മാൾട്ടയിൽ. അവള് പറഞ്ഞു എനിക്ക് വിസ അയച്ചു തരാന്ന് പറഞ്ഞു. ഞാനൊരു പാസ്പോർട്ട് സാറിന്റെ അടുത്ത് വന്നായിരുന്നു. അപ്പൊ സാറ് ചെറിയൊരു കേസിന് വേണ്ടി എന്റെ പാസ്പോർട്ട് റദ്ദാക്കി. അന്നേ ഞാൻ ഓങ്ങി വെച്ച സാറിന് ഒരു പണി തരണോ? സെക്ഷൻ പിടികിട്ടി. സെക്ഷൻ 269 കൊതിക്കറിവ് അല്ലേ? ഭാര്യ മാൾട്ടയിൽ നീ ഇവിടെ. സാറ് എന്റെ ദാമ്പത്യം സാർ ഇല്ലാതാക്കി അറിയാം. സാറേ ഞാനൊന്ന് ചോദിച്ചോട്ടെ, അവന്റെ ഭാര്യ മാട്ടയന് എന്റെ വീട്ടിൽ വന്ന് ഇതൊക്കെ തല്ലിപ്പൊട്ടിക്കേണ്ട കാര്യം ഉണ്ടോ? നോക്കി കല്യാണം കഴിക്കണായിരുന്നു. മാട്ടെ നീ പ്രൊഫഷണലി പോയി കല്യാണം കഴിക്കണം. മാട്ടെ കെട്ടിട്ട് എന്റെ വീട്ടിൽ വന്ന് TV കൊണ്ടാക്കാൻ എന്റെ ഭാര്യ മാട്ടെ നല്ല പോടാ വെളിവില്ലാത്തവരെ. ഭാര്യ മാട്ടെ കൊണ്ട് വന്നിരിക്കുന്നത് ഒരു മാട്ട പ്രവർത്തനമല്ലാണ് നീ ഇവിടെ വന്ന് കാണിച്ചത്. ഇതെല്ലാം നാളെ റെഡിയായി കൊടുക്കണം കേട്ടോ.
നാളെ രണ്ടുപേരും സ്റ്റേഷനിലേക്ക് ഒന്ന് വന്നേ. എവിടെ അല്ലല്ല, എവിടെ പോണു? സാർ എവിടെ പോണു? സാർ എവിടെ പോണു? സാറ് IP സെക്ഷൻ 53/16 ഭവന ഭേദനം, IPC 556/42 ഗുണ്ടായിസം. അറിയാമോ സാർ എവിടെ പോയി നിൽക്കുമെന്ന് അറിയാമോ? IPC 556/4 വീട് കയറി അക്രമം. ഇവിടെ അടുത്ത് ബാർ എവിടെ ഉണ്ട്? ആ വളവിലുണ്ട്. ഒരെണ്ണം പോയിരുന്ന് അടിച്ചാലോ നമുക്ക് രണ്ടെണ്ണം? നിപ്പനാണെങ്കിൽ ഒക്കെ ഇരിക്കാൻ സമയം. ഞാൻ കൂച്ചാൻ പറയാണ്, ഇയാളെ പെടുത്താൻ കൊണ്ടുവന്നതാണ് ഞാൻ. എടാ, കേരള പോലീസൊക്കെ നിനക്ക് കളിപ്പിള്ളാണല്ല രണ്ടെണ്ണത്തിന്. ഞാൻ കാര്യം പറഞ്ഞേക്കാം. മര്യാദക്ക് രണ്ടെണ്ണം സ്റ്റേഷനിൽ വന്നേക്കണം. ചിരട്ടയെ അടിച്ചു പൊട്ടി, ചിരട്ടയെ അടിച്ചു. വേണ്ട വേണ്ട, കുഴപ്പമൊന്നുമില്ല. അവന്റെ അല്ലേ പിന്നെ? നിങ്ങടെ വല്ലവനും പറയണ കേട്ടോണ്ട് എന്റെ വീട്ടിൽ വന്നിട്ട് ഈ ആക്രമണങ്ങൾ കാണിക്കേണ്ടത് നിങ്ങൾക്ക് വല്ല കാര്യം ഉണ്ടായിരുന്നോ? വല്ല കാര്യം ഉണ്ടായിരുന്നോ? അത് ശരിയാണ്. പക്ഷെ ഒരു കാര്യം ഞാൻ പറയുവാണ്, നിങ്ങൾ ഇവിടെ കാണിച്ചതിന് നിങ്ങളെ ഞാൻ കോടതി കയറി. കോടതി? പിന്നെ ഏത് കോടതി? ഏത് കോടതി? ആര് തെളിവെന്തായിരിക്കുന്നത്? CCTV കണ്ട? കുട്ടിപ്പാട്ടുകാരെ തേടി ടോപ്പ് സിംഗർ ഓഡിഷൻ UAE. 8-നും 15-നും ഇടയിൽ പ്രായമുള്ള കുട്ടികൾക്ക് ഓഡിഷനിൽ പങ്കെടുക്കാം. ഓഡിഷനിൽ അസാമാന്യ പ്രകടനം കാഴ്ചവെക്കുന്നവർക്ക് ടോപ്പ് സിംഗർ ഗ്രാൻഡ് ഫിനാലയിൽ പങ്കെടുക്കാൻ അവസരം. പ്രവേശനം സൗജന്യം. രജിസ്റ്റർ ചെയ്യാൻ ഉടൻ വിളിക്കൂ. +971 5263 10876. CCTV മൊത്തം റെക്കോർഡ് ആയിക്കൊണ്ടിരിക്കുവാണ്. എല്ലാം റെക്കോർഡ് ആയിക്കൊണ്ടിരിക്കുന്നു. എന്നെ നിങ്ങൾ പെടുത്താൻ നോക്കല്ലേ? ഒരു സെക്കൻഡ്. സാധാരണ അവര് ക്യാമറ വെച്ച് കഴിഞ്ഞാൽ വേട്ടാവളിയെങ്കിലും കൂടി വെക്കണേ. അതല്ലെങ്കിലും അങ്ങനെയാണ്. എന്റെ കാര്യം വരുമ്പോ ഒരു വേട്ടാവളിയും കാണൂല. പ്രിയപ്പെട്ടവരെ, എന്റെ വീട്ടിൽ വന്നിട്ട് എന്റെ വീട്ടിലെ TV സാധനങ്ങളെല്ലാം അടിച്ചു പൊട്ടിച്ചിരിക്കുകയാണ്. താണ്ടെ ഈ നിൽക്കുന്ന സാറ്, താണ്ടെ ഈ മുഖം പൊത്തി പിടിച്ചിരിക്കുന്ന സാറ് എന്റെ വീട്ടിൽ വന്ന് വളരെ വലിയ അക്രമമാണ് കാണിച്ചിരിക്കുന്നത്. താണ്ടെ മുഖം പൊത്തി പിടിച്ചിരിക്കുന്ന എന്തോ ഈ പുള്ളിക്കാരനാണ്. ഈ പുള്ളിക്കാരൻ തെളിവെറ്റിയിലുണ്ട്, പല തെളിവുകളും ഉണ്ട്. രണ്ടെണ്ണം എടാ, തന്നെ ഞാൻ കയറ്റുവാണോ? നിങ്ങളുടെ സസ്പെൻഷൻ അല്ലേ? നിങ്ങളുടെ ജോലി ഞാൻ കളയും. എന്റെ ജോലി കളയും. ജോലി കളയും. നീ കളയുമല്ലോ. കളയും. നീ ആയിട്ട് കളയുമല്ലോ. കളയും. എന്നാ പിന്നെ എന്റെ ടീം പോയി. എന്തായാലും ജോലി പോവല്ലോ. പറ കാണിക്കുന്നേ കാണാം. ഇയാള് പോലീസിന്റെ ഗുണ്ടാണെന്ന് തോന്നുന്നു. ഗുണ്ട. എന്റെ ടീം പൊട്ടിച്ചു. എന്തെങ്കിലും പറയാനുണ്ടോ എനിക്ക്? ഇയാൾ അകത്താക്കണമെന്ന്. ഇയാളകത്താക്കണ താടല്ലട ഇങ്ങോട്ട് വിളിച്ചോണ്ട് വന്നു. അല്ല, ഞാൻ എന്റെ പ്രതികാരം നിർത്തണം. എടാ മുടഞ്ഞവനെ ഒരു ഓർമ്മയില്ലാതെ അവന് ഞാൻ അടിച്ച് അതിന്റെ കൊല്ലും. എല്ലാടാ ഇങ്ങോട്ട് വിളിച്ചോണ്ട് വന്നു. ഞാൻ വിളിച്ചോണ്ട് എന്റെ പ്രതികാരം തീർക്കണ്ടേ? എനിക്ക് ഇപ്പോഴാണ് ഒരു ആശ്വാസമായത്. പ്രതികാരം തീർക്കാൻ ഞങ്ങൾക്ക് നിന്റെയൊക്കെ ആശ്വാസം. നിങ്ങൾ നോക്കിയാൽ ഇനി ഞാൻ ഒന്നും നോക്കത്തില്ല. ഞാൻ ഈ ഫുട്ടേജ് കൊണ്ട് നേരെ കോടതി കയറും. ഏത് കോടതി കയറിയിട്ടായാലും അവനെ ഞാൻ ജയിലിലാക്കും. അവന്റെ വീട്ടുകാരെ ഞാൻ ജയിലാക്കും. അതിനുള്ള തെളിവേറ്റിയിലുണ്ട്. കാണിച്ചു തരാം. പോലീസ് ഇങ്ങനെ ആവാൻ പാടില്ല. പിന്നെ പിന്നല്ലാതെ കാണിച്ചു തരാം. അവൻ പോയേക്ക്. എന്ത് ചെയ്യാനാന്ന് പറ. മഴ വരുമല്ലേ, തുണിയൊക്കെ എങ്ങനെ അശയിലിട്ടിരുന്ന ഇതൊക്കെ പറക്കി ഒതുക്കി വെക്കാൻ ആളില്ലേ? ഒന്ന് കേട്ടാ മാഷെ, കേക്കണം. 6ാം ക്ലാസ്സിൽ പഠിക്കുമ്പോ ഈ നനഞ്ഞ തുണി ഇട്ടോണ്ട് ഞാൻ സ്കൂളിൽ പോയിട്ട് എനിക്ക് വയറുവേദന വന്നിട്ടുണ്ടോ? ഇല്ല, ഞാൻ 6ാം ക്ലാസ് വരെ പോയില്ല, 4ാം ക്ലാസ് വരെ പോയി. ഈ ഇടയ്ക്ക് പഠിക്കാനൊക്കെ പോകണം. 6ാം ക്ലാസ് കംപ്ലീറ്റ് ചെയ്യണം കേട്ടോ. തുണിയൊക്കെ കഴുകിയിടാറുണ്ടോ? അല്ല, തുണിയൊക്കെ നനയ്ക്ക്. ഇത് വേറെ കേസ്. ഈ നനഞ്ഞ തുണി ആയാലും നമ്മൾ കൊണ്ടുവന്ന എന്താണെന്നറിയോ, ജസ്റ്റ് ഒന്ന് നിവർത്തി ഇട്ടേക്കണം. ഈ സോഫയിലായാലും അങ്ങനെ ഇട്ടിട്ട് വേണം നമ്മൾ ചെയ്യാൻ. CCTV ഫുട്ടേജും തരുമോ? എനിക്ക് എടാ നീ എന്തുവാണ് ഇവിടെ ഈ കാണിച്ചിട്ടിരിക്കുന്നത്? എന്റെ ഈ കിടക്കുന്ന കസേര കണ്ടോ? ഈ കസേരയുടെ പവിത്രത എന്താ നിനക്കറിയാമോ? എന്റെ തറവാട്ടത്ത് മുറ്റത്ത് നിന്ന് ആഞ്ഞിലി മരം എന്റെ ആശാൻ കൊണ്ടുവന്ന കാച്ചിയെ കോടാലി കൊണ്ട് വെട്ടി ഞാനും ആശാനും കൂടെ വീടിന്റെ മുറ്റത്ത് കുത്തിയിരുന്ന് കാച്ചിയെ ഉളി കൊണ്ട് കൊത്തി ഉണ്ടാക്കിയതാ ഈ കാണുന്ന എന്റെ കസേര. അതുപോലെ കാച്ചിയെ ഉളി കൊണ്ട് ഞാനും ആശാനും കൂടെ കുത്തി ഉണ്ടാക്കിയത് എന്റെ ഈ 2ാമത്തെ കസേര. വീടിന്റെ മുറ്റത്ത് കാച്ചിയ ഉളി കൊണ്ട് കുത്തി ഉണ്ടാക്കിയതായിരുന്നു ഈ കാണുന്ന എന്റെ ഈ ടീപ്പോ. അതാണ് നീ നശിപ്പിച്ചത്. അതിനുള്ള മറുപടി നീ പറഞ്ഞേ പറ്റത്തുള്ളൂ. സാറെന്തായിരുന്നു മിണ്ടായിക്കണത്? ഇവനും ഇവന്റെ ആശാനും കൂടെ മുറ്റത്തിടുന്ന കാച്ചതിന് ഇപ്പൊ ഞാൻ എന്ത് പറയാൻ പറ്റും? അല്ല, ഒരു കാര്യം ചെയ്യും, ആശാനെ വിളിച്ച് പുതിയ മരം എടുത്ത് പുതിയ പണിഞ്ഞൂടെ? 3 വർഷം എന്റെ ആശാൻ മരിച്ചു പോയിട്ട് അറിയാം. പറഞ്ഞിട്ട് കാര്യമല്ല, ചില്ലറ കാച്ചാണ് കാച്ചി പണിഞ്ഞിട്ടേക്കണം. ഞാനേ പറയുന്നില്ല ഞാൻ. അല്ല സാറ്, ഞാൻ ഒരു കാര്യം ചെയ്തേ, എങ്ങനെയെങ്കിലും സാർ ഒത്തുകൂട്ടാക്കാം. ഫുട്ടേജ് എങ്ങനെയെങ്കിലും മേടിച്ചാ CCTV ക്യാമറ ഫുട്ടേജ് മേടിച്ചാൽ ഞാൻ പോവാം. പിന്നെ സാർ പറയുന്നറിയാമോ? CC ഇട്ട് ഫോർട്ട് വെച്ച് മേടിച്ചു കൊടുക്കണം. ആ ഒരു കാര്യം ചെയ്യാം, പണയം വെച്ചൊരു ഇടക്കൊച്ചി മേടിച്ചു തരാത്തോ. സാറേ, പണയം വെച്ചൊരു ഇടക്കൊച്ചി മേടിച്ചു തരാന്ന്. നിനക്ക് എന്താ വയ്യ? ഞാൻ അതാണോ ചോദിച്ചത്. പിന്നെന്തോന്ന്? എടാ, ഞാൻ ഇവിടെ കാണിച്ച ഈ അക്രമത്തിന്റെ ഫുട്ടേജ് ഇല്ലേ, അത് ആ വീഡിയോ മറ്റേ മാട്ടാനെ ഞാൻ സെറ്റാക്കി തരാം. വാൾട്ടയില്ലേ ഭാര്യ, അത് ഞാൻ സെറ്റാക്കി തരാം. പിന്നെ മറ്റേ വീഡിയോ ഇല്ലാതെ കാണിക്കണം. എന്തോ
വീഡിയോ മറ്റേ പിടിച്ചെടുത്തില്ലേ സാർ ഇത് കാണിച്ച അക്രമം ആ. അത് സാറിന് കൊടുക്കണമെന്ന് ആ വീഡിയോ കൊടുക്കണമെന്ന് സൗകര്യമില്ല അത് ഞാൻ കാണിക്കേണ്ടത് അത് ഒത്തീർപ്പാക്കാന്ന് കേസാക്കിയ കോടതി കിടന്ന് ഇറങ്ങേണ്ടി വരുമെന്ന്. പോടെ നിന്റെ ഒത്തീർപ്പ് കാര്യങ്ങളൊന്നും വേണ്ട ഇത്രയും തോന്നിയ ദിവസം ഇവിടെ കാണിച്ചു വെച്ചിട്ട് ഞാൻ നിനക്കൊക്കെ വീഡിയോ തരാൻ പോണു പോടാ അവിടുന്ന്. എടാ, നിന്റെ കാല് പിടിക്കാൻ നീ തോളിക്കരുന്നുണ്ട്. എന്റെ കാല് പിടിക്കേണ്ട കാര്യമൊന്നുമില്ല സൗകര്യമില്ല ഞാൻ കോടതി കാണിച്ചു കൂടുതൽ മസിലൊന്നും പിടിക്കണം. എനിക്ക് നിയമവശങ്ങളൊക്കെ എനിക്കും അറിയാം. എന്തോ അറിയാം സാറ് 9:30 മണിക്ക് ഇതുവഴി നടന്നു പോയപ്പോഴത്തേക്ക് നീ കുളിച്ച് ഈറനോടെ വന്ന് ജെല്ലിന് പറഞ്ഞ സാറിനെ ശൂശു എന്ന് വിളിച്ചെന്ന് ഞാൻ പറയും. സാറിനെ വിളിച്ച് കയറ്റി ഒരു കസേര ആദ്യം കൊണ്ട് കസേര ഇരുത്തി കസേര പൊട്ടി. രണ്ടാം സാറിനെ ഈ ടേബിൾ ഓർത്തുകൊണ്ട് ടേബിൾ പൊട്ടിച്ച് മൂന്നാമത് നീ കട്ടിനെ കൊണ്ട് പുറത്ത് കൊണ്ട് ഇരുത്തി. അങ്ങനെ ഞാൻ നാട്ടുകാർക്ക് പറയും അറിയാമോ? ഈ കസേര പൊട്ടിച്ച് മേശ പൊട്ടിച്ച കേസ് എന്റെ പേരിലുണ്ട്. ഇത് പറഞ്ഞ് എന്നെ കേസ് കെട്ടാക്കാനുള്ള പരിപാടിയാണ്. കഥവ് തുറന്നിട്ട് എന്നെ വിളിക്കുന്നു. ഏത് കട്ടിൽ കൊണ്ടിരുത്തി നീ കണ്ട കേസ് വിലക്കണം. ലോകിതദാസ ആവശ്യമില്ലാത്ത കഥ കേസ് എനിക്കൊരു CCTV ഫുട്ടേജ് കിട്ടിയാൽ ഞാൻ പോവും. ആവശ്യത്തെ കേട്ടാ. അല്ല, ഞാൻ ഒരു കാര്യം പറയട്ടെ. എന്റെ കയ്യിൽ നിൽക്കുന്നില്ല. ഞാൻ ഒരു കാര്യം പറയട്ടെ സാറേ. ഇവന്റെ സ്വഭാവത്തിലാണെങ്കിൽ ഇവൻ ഭയങ്കര ദേഷ്യം വിളിച്ചിരിക്കുന്നു. സാർ ഇവന്റെ സെന്റിമെന്റ്സ് കയറി പഠിക്കും. നമുക്കേ ഈ പേരെങ്ങനായിരുന്നു? പേരെങ്ങനെ ആക്കണം അല്ല ഞാൻ ചോദിച്ചേ. അല്ല മാഷിന്റെ പേരെങ്ങനായിരുന്നു? പവിത്രൻ. പവിത്രോ, ഈ സർക്കാർ ജോലിക്കാരന്റെ ഒരു വരുമാനം എന്നൊക്കെ പറഞ്ഞാൽ വളരെ തുച്ഛമായിട്ടുള്ള കാര്യമാണ്. അതിലൊരു പകുതിയോളം ട്രസ്റ്റിന് പോകും. ഏത് ട്രസ്റ്റ്? ഞാനും സുഭദ്രാമയും എന്റെ അപ്പനും 2 മക്കളും ചേർന്നാണ് ട്രസ്റ്റ്. വീട്ടിലേക്ക് ചെലവിന് കൊടുക്കുന്നതാണാടാ നീ ട്രസ്റ്റിന് കൊണ്ട് കൊടുക്കണത് പറയണത്. അപ്പൊ അങ്ങനത്തെ ഒരു സിറ്റുവേഷനിലാണ് ഞാൻ ജീവിതം. നിങ്ങളുടെ സർക്കാർ ജീവിതം തേങ്ങ എനിക്കൊന്നും അറിയേണ്ട കാര്യമൊന്നുമില്ല. നമുക്ക് ഇതിന് എന്തെങ്കിലും ഒരു പോംവഴി പറയണം നിങ്ങൾ. എനിക്ക് ഒരു പോംവഴിയും പറയാം. അങ്ങോട്ടും ഇല്ല ഇങ്ങോട്ടും ഇല്ല. നമുക്ക് കാര്യം എന്താണെന്ന് വെച്ചാൽ ഞാൻ കോടതി പോയ ഇതാകത്തുള്ളൂ. അല്ല, ഒരു കാര്യം ചെയ്ത് എന്തെങ്കിലും ഒരു നഷ്ടപരിഹാരം തന്നാ പോരെ. നഷ്ടപരിഹാരം തന്നാ പോലെ നിങ്ങൾക്ക് എന്ത് വേണം നഷ്ടപരിഹാരം പറ. എന്തായാലും ഇത്ര നശിപ്പിച്ച് എന്റെ മാനസികമായിട്ടുള്ള സന്തോഷം കളഞ്ഞു. ഒരു 1 ലക്ഷം രൂപ വരുവാണെന്നുണ്ടെങ്കിൽ കാര്യം ഓക്കെ. 1 ലക്ഷം രൂപ എന്നൊരു ചുമ്മാ പിന്നെ 2 കസേര ഒരു മേശയും പൊട്ടിയ 1 ലക്ഷം രൂപ കുഴപ്പമില്ല. ആവശ്യം എന്തോ? ഞാൻ ഈ CCTV ഫുട്ടേജ് ഞാൻ കൊണ്ട് കോടതി കാണിച്ചോളാം. 1 ലക്ഷം രൂപ വരുവാണെന്നുണ്ടെങ്കിൽ കാര്യം ഓക്കെ. 1 ലക്ഷം രൂപ 1 ലക്ഷം രൂപ 1 ലക്ഷം രൂപ വരുവാ ഓക്കെ ആണെന്നുണ്ടെങ്കിൽ സംഭവം okay. എന്ത് പറയാന്ന് കട്ടം തന്നെ കേട്ടോ. എന്നാലും മാല ബാക്കി പൈസ രാവിലെ എത്തിക്കാം. രാവിലെ വിശ്വാസമില്ലേ? ഇനി അതും വിശ്വാസമില്ലേ? രാവിലെ ഒരു 10 മണിയാകുമ്പോൾ താറെത്തിക്കും. അത് പറ്റത്തില്ല. വെളുപ്പിന് 5 മണിക്ക് മുമ്പായിട്ട് കൊണ്ടുപോകാം. 5 മണിക്ക് പിന്നെ എന്തോ വെളുപ്പിന് 5 മണിക്ക് എന്റെ സുഹൃത്തെ നിങ്ങൾ എന്തൊക്കെ പറഞ്ഞാലും ശരി വെളുപ്പിന് 5 മണിക്ക് മുമ്പായിട്ട് ഇത് ഇവിടെ കൊണ്ടുവരണം. രാവിലെ കൊണ്ട് എത്തിക്കാന്ന് പറ. നിനക്ക് ഇത്ര നിർബന്ധം 5 മണിക്ക് തന്നെ വരണമെന്ന്. 5 മണിക്ക് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടുത്തെ ആൾക്കാർ മറ്റേ ഡ്യൂട്ടി കഴിഞ്ഞ് തിരിച്ചു വരും. ഈ വീട്ടിന്റെ ഉടമസ്ഥര്. അതുകൊണ്ടാണ്. അപ്പൊ നീ ഞാനോ? നീ വീട്ടിൽ വന്നും പൊട്ടിക്കാതിരിക്കാതിരുത്ത് ഓരത്തുമാരെ ഒന്ന് TV അടിച്ച് പൊട്ടിക്കാതിരിക്കുന്നു. എന്തോ പോലീസുകാരനാണ് എന്തോ ബൾബിന്റെ ഹോൾഡർ കണ്ടിട്ട് CCTV ക്യാമറ എന്ന് പറഞ്ഞോണ്ടിരിക്കുന്നു. മണ്ടൻ.